ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ഗാർലിക് പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചപ്പാത്തി, പൊറോട്ട, അപ്പം, റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 ഗ്രാമോളം വരും. പനീർ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും അതേപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. ഇനി ഈ കോൺഫ്ലോർ പനീറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ തന്നെ ആ പനീറിൻ്റെ മുകളിൽ ആ കോൺഫ്ലോറൊക്കെ നന്നായി പിടിച്ചോളും. പനീറിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് അതിലേക്ക് ഈ പനീറും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ടേ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ബട്ടറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ ഈ പനീറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടിയാൽ മതി. ഇപ്പം പനീർ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ഈ ബട്ടർ ഒന്ന് ചൂടായി മെൽട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ ഏകദേശം റെഡി ആയതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാണെങ്കിൽ ഇത്രയും പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർക്കാം. ഈ പനീറിൻ്റെ മുകളിൽ കോൺഫ്ലവറിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഈ ഗ്രേവി നന്നായിട്ട് തിക്കായിക്കോളും. ഇത്രയും സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണത്. നമ്മൾ ഓൾറെഡി പനീർ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായി ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴത്തേനും ഗ്രേവിയൊക്കെ നന്നായി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്താൽ നമ്മളുടെ ബട്ടർ ഗാർലിക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇടാം. പക്ഷെ ഞാൻ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല. നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ ഈ കറി ഉണ്ടാക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം സമയമാണ് എടുത്തുള്ളൂ. അപ്പോൾ ഈ പനീർ, ക്രീം, ചീസ് പോലുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.